കരൂർ ദുരന്തത്തിന് ശേഷമുള്ള TVK അധ്യക്ഷൻ വിജയുടെ ഈറോഡ് പൊതുയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. തമിഴ്നാട് ദേവസ്വം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് യോഗം നടക്കുന്നത്. 43 നിബന്ധനകളാണ് TVKക്ക് പോലീസ് നൽകിയിട്ടുള്ളത്. ഈറോഡിൽ നിന്ന് മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അല്പസമയത്തിന് ശേഷം വിജയ് ഇവിടേക്ക് എത്തിച്ചേരും. നമുക്കറിയാം, എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. 35,000-ഓളം ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ TVK പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 50,000-ഓളം പേർക്ക് സുഖമായി ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വിജയുടെ പ്രസംഗം കേൾക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ബ്ലോക്കുകളായി ആളുകളെ തിരിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 1,500-ഓളം പോലീസുകാർ ഇവിടെ സേവനത്തിലുണ്ട്. ആ തരത്തിൽ വലിയ തോതിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ പറഞ്ഞ TVKയുടെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമെല്ലാം. വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഈറോഡുള്ള ഈ വിജയമംഗലത്തിന് സമീപത്തുള്ള ഈ ഒരു പൊതുയോഗത്തിന്. പ്രധാനപ്പെട്ട കാര്യം, കരൂരിന് ശേഷം നടത്തുന്ന ആദ്യത്തെ പൊതുയോഗമാണ്. മറ്റേതെല്ലാം ഇൻഡോർ പരിപാടിയായിരുന്നു. മാത്രമല്ല, ഇവിടെയൊക്കെ ആളുകൾക്ക് ഇത്ര ആളുകളെ പങ്കെടുക്കാവൂ എന്നൊരു റെസ്ട്രിക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇവിടെ എന്തായാലും ആ രീതിയിലൊന്നുമില്ല. മാത്രമല്ല, QR കോഡൊക്കെ വെച്ചിട്ടായിരുന്നു മറ്റ് 2 പരിപാടികളിൽ ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഇവിടെ ആ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും വളരെ ആവേശത്തിലാണ് ആളുകൾ എല്ലാവരും ഉള്ളത്. இந்த மாநாடு வேற லெவலில் இருக்கு. 2026 CM எங்கள் அண்ணன் நல்லா தான் இருக்கு. 2026 அண்ணன் வராங்க. அதெல்லாம் வெயிட் பண்ணிட்டு இருக்காங்க அவருக்காக. எங்கள் அண்ணனுக்காக வெயிட் பண்ணிட்டு இருக்கிறோம். அவர் வந்தாருனாக்கா ரொம்ப என்ஜாய்மெண்ட்டு. அவர் சொல்கிற ஸ்பீச்சு எல்லாருக்குமே சூப்பராக இருக்கும். இதுக்கப்புறம் எல்லாருக்கும் பயம் வரும். இப்போ இந்த பயத்துக்காக எல்லாரும் எங்கெங்கே போவாங்கன்னு தெரியல. இதுக்கப்புறம் அண்ணன் வந்ததுக்கப்புறம் பேசும்போது இன்னும் எல்லாருக்கும் பயம் வந்துடும். அவரை முதலமைச்சர் ஆகிறத விட வேறு வேலையே கிடையாதுங்க. அதுதான் முதல் வேலை. அதுக்கோசரம் நாங்கள் ராவு போல கஷ்டப்படுவோம். 2026 CM சீட்டில் அப்புறம் தான் உட்கார வைக்கிறோம். மற்ற கட்சி ஒன்று கூட உள்ளே விட மாட்டோம். எல்லாமே நாமளே முதலமைச்சர், நாமளே எதிர்க்கட்சி, நாமளே அனைத்தும். ആ രീതിയിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് വിജയ ആരാധകർ ഉള്ളത്. കാരണം അവർ പറയുന്നത് ഇനി പ്രതിപക്ഷം പോലും തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. എല്ലാ ഇടങ്ങളിലും മുഴുവൻ മണ്ഡലങ്ങളിലും വിജയിച്ചുകൊണ്ട് TVK വരും. മാത്രമല്ല, വിജയ് മുഖ്യമന്ത്രിയാകും. അതുവരെ തങ്ങൾക്ക് വിശ്രമമില്ല എന്നാണ് എന്തായാലും ഈ പറഞ്ഞ ഈ ഒരു പൊതുയോഗത്തിനെത്തിയ ആളുകൾ പറയുന്നത്. വളരെ ആവേശത്തിലാണ്. വിജയ് അല്പസമയത്തിനകം ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. 1 മണി വരെയാണ്, 11 മണി മുതൽ 1 മണി വരെ മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.